ഹായ് ഫ്രണ്ട്സ്, NSN ജോബ് വേൾഡിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ പരാമർശിക്കുന്നത് ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിലേക്ക് അസിസ്റ്റന്റ് കമാൻഡന്റ് ഗ്രൂപ്പ് എ ഗസറ്റഡ് ഓഫീസർ തസ്തികയിലെ 170 ഒഴിവുകളിലേക്കായുള്ള നിയമനത്തിനായി വിജ്ഞാപനം വന്നിട്ടുണ്ട്. 2025 ജൂലൈ 8 മുതൽ ജൂലൈ 23 വരെയാണ് അപേക്ഷിക്കാനുള്ള സമയം. ഓൺലൈനായിട്ടാണ് അപേക്ഷിക്കുന്നത്. ശമ്പളം 56,100 രൂപ മുതൽ 2,05,400 രൂപ വരെ. നിങ്ങൾ ആദ്യമായാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കരുത്. വിജ്ഞാപനത്തിന്റെ വിശദാംശങ്ങൾ നോക്കാം. എലിജിബിലിറ്റി ക്രൈറ്റീരിയ: ബ്രാഞ്ച് ജനറൽ ഡ്യൂട്ടി GD. ഏജ് 21 വയസ്സിന് 25 വയസ്സിനും മധ്യേ. അതായത് ഉദ്യോഗാർത്ഥികൾ 2001 ജൂലൈ 1-നും 2005 ജൂൺ 30-നും ഇടയിൽ ജനിച്ചവരായിരിക്കണം. കൂടാതെ 5 years റിലാക്സേഷൻ ഫോർ പേഴ്സണൽ സർവിംഗ് ഇൻ കോസ്റ്റ് ഗാർഡ് ഓർ ഇക്വലന്റ് പേഴ്സണൽ ഇൻ ആർമി, നേവി ഓർ എയർഫോഴ്സ്. ജെൻഡർ മെയിൽ ആണ്. ഇനി എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ആണ്. ബിരുദമാണ് യോഗ്യത. +2-ന് മാത്തമാറ്റിക്സ്, ഫിസിക്സ് എന്നിവ സബ്ജക്റ്റായി പഠിച്ചവരായിരിക്കണം. അടുത്ത ഗ്രേഡ് ടെക്നിക്കൽ, മെക്കാനിക്കൽ ഓർ ഇലക്ട്രിക്കൽ ഓർ ഇലക്ട്രോണിക്സ്. പ്രായപരിധി 21 വയസ്സിനും 25 വയസ്സിനും മധ്യേ. ഉദ്യോഗാർത്ഥികൾ 2001 ജൂലൈ 1-നും 2005 ജൂൺ 30-നും ഇടയിൽ ജനിച്ചവരായിരിക്കണം. കൂടാതെ 5 years റിലാക്സേഷൻ ഫോർ പേഴ്സണൽ സർവിംഗ് ഇൻ കോസ്റ്റ് ഗാർഡ്. ജെൻഡർ മെയിൽ. ഇനി എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ നോക്കാം. നേവൽ ആർക്കിടെക്ചർ, മെക്കാനിക്കൽ, മറൈൻ, ഓട്ടോമോട്ടീവ്, മെക്കാട്രോണിക്സ്, ഇൻഡസ്ട്രിയൽ ആൻഡ് പ്രൊഡക്ഷൻ, മെറ്റലർജി, ഡിസൈൻ, എയറോനോട്ടിക്കൽ, എയറോസ്പേസ് എന്നിവയിൽ അംഗീകൃത സർവകലാശാലയിൽ നിന്നും എഞ്ചിനീയറിംഗ് ബിരുദം നേടിയിരിക്കണം. കൂടാതെ ഇലക്ട്രിക്കൽ ഓർ ഇലക്ട്രോണിക്സ് ഓർ ടെലികമ്മ്യൂണിക്കേഷൻ ഓർ ഇൻസ്ട്രുമെന്റേഷൻ ആൻഡ് കൺട്രോൾ ഓർ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ ഓർ പവർ എഞ്ചിനീയറിംഗ് ഓർ പവർ ഇലക്ട്രോണിക്സ് എന്നിവയിൽ ബിരുദമുണ്ടായിരിക്കണം. കൂടാതെ +2-ന് മാത്തമാറ്റിക്സ്, ഫിസിക്സ് എന്നിവ സബ്ജക്റ്റായി പഠിച്ചവരായിരിക്കണം. ഏജ് റിലാക്സേഷനെ പറ്റി നോക്കാം. SC/ST വിഭാഗത്തിന് 5 വർഷവും OBC നോൺ ക്രിമിനൽ വിഭാഗത്തിന് 3 വർഷവും വയസ്സിൽ ഉണ്ടായിരിക്കുന്നതാണ്. ഇനി വേക്കൻസി: ജനറൽ ഡ്യൂട്ടി GD. ആകെ ഒഴിവുകൾ 140. SC വിഭാഗത്തിന് 25, STക്ക് 24, OBCക്ക് 35, EWSന് 10, ജനറൽ വിഭാഗം URന് 46. അങ്ങനെ ആകെ 140 ഒഴിവുകളാണുള്ളത്. അടുത്ത പോസ്റ്റ് ടെക്നിക്കൽ, എഞ്ചിനീയറിംഗ് ഓർ ഇലക്ട്രിക്കൽ. 30 ഒഴിവുകളാണുള്ളത്. 3 ഒഴിവുകൾ SCക്കും, 4 STക്കും, 8 ഒഴിവുകൾ OBCക്കും, 2 ഒഴിവുകൾ EWSനും, 13 ഒഴിവുകൾ ജനറൽ വിഭാഗത്തിന് അതായത് URനും. അങ്ങനെ ഉൾപ്പെടെ 30 ഒഴിവുകളാണ് ആകെ ഉള്ളത്. ടോട്ടൽ 170 ഒഴിവുകൾ. സെലക്ഷൻ പ്രോസസ്സ് വരുന്നത് 5 സ്റ്റേജുകളായിട്ടാണ്. സ്റ്റേജ് 1 കോസ്റ്റ് ഗാർഡ് കോമൺ അഡ്മിഷൻ ടെസ്റ്റ് CGCAT. ഇതില് കമ്പ്യൂട്ടർ ബേസ്ഡ് ഓൺലൈൻ സ്ക്രീനിംഗ് ടെസ്റ്റ് ആണ്. ഇനി നമുക്ക് സബ്ജക്റ്റുകൾ നോക്കാം. ഇംഗ്ലീഷ് 25 ക്വസ്റ്റ്യൻ ആണുള്ളത്. അടുത്തത് റീസണിംഗ് ആൻഡ് ന്യൂമറിക്കൽ എബിലിറ്റി 25 ക്വസ്റ്റ്യൻസ്. അടുത്തത് ജനറൽ സയൻസ് ആൻഡ് മാത്തമാറ്റിക്കൽ ആപ്റ്റിറ്റ്യൂഡ് 25 ക്വസ്റ്റ്യൻസ്. ജനറൽ നോളജ് 25 ക്വസ്റ്റ്യൻസ്. അത് ഇത്രയും ക്വസ്റ്റ്യൻസിന് ടൈം തന്നിരിക്കുന്നത് 2 മണിക്കൂറാണ്. ഇതിന് 100 മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും. ഓരോ കറക്റ്റ് ആൻസറിനും 4 മാർക്ക് വീതമായിരിക്കും. കൂടാതെ ഇതിന് ഓരോ ഇൻകറക്റ്റ് ആൻസറിനും ഓരോ നെഗറ്റീവ് മാർക്ക് ഉണ്ടായിരിക്കും. ഇതിന്റെ മീഡിയം ഇംഗ്ലീഷ് ആണ്. ഇതിന്റെ എക്സാം സെന്റർ ഓൾ ഓവർ ഇന്ത്യയിൽ ഉണ്ടായിരിക്കും. അടുത്തത് സ്റ്റേജ് 2 പ്രിലിമിനറി സെലക്ഷൻ ബോർഡ് PSB. സ്റ്റേജ് 1ന്റെ അടിസ്ഥാനത്തിൽ ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെട്ട ഉദ്യോഗാർത്ഥികളാണ് സ്റ്റേജ് 2-ൽ വരുന്നത്. ഇതിന്റെ എക്സാം സെന്ററുകൾ വരുന്നത് നോയിഡ, ഗോവ, ചെന്നൈ, കൊൽക്കത്ത, ഷില്ലോങ് ഓർ ഗുവാഹത്തി ആൻഡ് ഗാന്ധിനഗർ. ഇതിന്റെ സെന്റേഴ്സുകൾ ഉദ്യോഗാർത്ഥികൾ ആപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്യുമ്പോൾ ചൂസ് ചെയ്യാവുന്നതാണ്. ഇനി കമ്പ്യൂട്ടറൈസ്ഡ് കൊഗ്നിറ്റീവ് ബാറ്ററി ടെസ്റ്റ് അതായത് CCBT ആൻഡ് പിക്ചർ പെർസെപ്ഷൻ ആൻഡ് ഡിസ്കഷൻ അതായത് PP ആൻഡ് DT ടെസ്റ്റ് എന്നിവയാണ് സ്റ്റേജ് 2-ൽ വരുന്ന ടെസ്റ്റുകൾ. CCBT ഒബ്ജക്റ്റീവ് ടൈപ്പ് ആണ്. മീഡിയം ഇംഗ്ലീഷിലായിരിക്കും. PP ആൻഡ് DTയിൽ ഉദ്യോഗാർത്ഥികൾ ഇംഗ്ലീഷിലോ ഹിന്ദിയിലോ സംസാരിക്കുകയും ചർച്ച ചെയ്യുകയും ചെയ്യേണ്ടതാണ്. ഇത്രയുമാണ് സ്റ്റേജ് 2 എക്സാമിനേഷനിൽ വരുന്നത്. പ്രിലിമിനറി സെലക്ഷൻ ബോർഡ് പാസ്സാകുന്നവർക്ക് ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ ഉണ്ടായിരിക്കുന്നതാണ്. സ്റ്റേജ് 3 FSB. സ്റ്റേജ് 3യുടെ ഷെഡ്യൂൾ വ്യക്തിഗത ലോഗിൻ ഐഡികളിൽ ഉദ്യോഗാർത്ഥിയെ അറിയിക്കുന്നതാണ്. നോയിഡയിലുള്ള കോസ്റ്റ് ഗാർഡ് സെലക്ഷൻ ബോർഡിലാണ് FSB നടത്തുന്നത്. 4 അല്ലെങ്കിൽ 5 ദിവസങ്ങളിലായി നീണ്ടു നിൽക്കും. ഉദ്യോഗാർത്ഥികളെ സൈക്കോളജിക്കൽ ടെസ്റ്റ്, ഗ്രൂപ്പ് ടാസ്ക്, അഭിമുഖം എന്നിവയ്ക്ക് വിധേയരാക്കുന്നതാണ്. അടുത്തത് സ്റ്റേജ് 4 മെഡിക്കൽ എക്സാം. സ്റ്റേജ് 3 പാസ്സാകുന്ന ഉദ്യോഗാർത്ഥികൾ ന്യൂഡൽഹിയിലെ ബേസ് ആശുപത്രിയിൽ ഒരു പ്രത്യേക വൈദ്യ പരിശോധനയ്ക്ക് വിധേയരാകേണ്ടതുണ്ട്. അടുത്തത് സ്റ്റേജ് 5 ഇൻഡക്ഷൻ. സ്റ്റേജ് 4 വിജയിക്കുകയും ലഭ്യമായ ഒഴിവുകൾ അനുസരിച്ച് ഓൾ ഇന്ത്യ മെറിറ്റ് ലിസ്റ്റിൽ ഇടം നേടുകയും ചെയ്യുന്ന ഉദ്യോഗാർത്ഥികളെ പരിശീലനത്തിനായി താൽക്കാലികമായി തെരഞ്ഞെടുക്കുകയും നിർദ്ദേശങ്ങൾ അനുസരിച്ച് നേവൽ ഓറിയന്റേഷൻ കോഴ്സിന് അതായത് NOC ഇന്ത്യൻ നേവൽ അക്കാദമി ഏഴിമലയിൽ റിപ്പോർട്ട് ചെയ്യാൻ നിർദ്ദേശിക്കുകയും ചെയ്യും. ഇനി അപ്ലൈ ചെയ്യുന്ന വിധം നോക്കാം. ഓൺലൈനായിട്ടാണ് അപ്ലൈ ചെയ്യേണ്ടത്. അപ്ലൈ ചെയ്യേണ്ട വെബ്സൈറ്റ് www.joinindiancoastguard.cdac.in. അപ്ലൈ ചെയ്യേണ്ട അവസാന തീയതി ജൂലൈ 23, 2025. കാൻഡിഡേറ്റ്സിന് ഒരു വാലിഡ് ഇമെയിൽ ഐഡിയും മൊബൈൽ നമ്പറും ഉണ്ടായിരിക്കും. എക്സാമിനേഷൻ ഫീസിനെ പറ്റി നോക്കാം. SC/ST വിഭാഗത്തിൽപ്പെട്ട ഉദ്യോഗാർത്ഥികൾ ഒഴികെ ബാക്കി എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും എക്സാമിനേഷൻ ഫീ 300 രൂപയാണ്. ഓൺലൈനായിട്ടാണ് അപേക്ഷാ ഫീസ് അടയ്ക്കേണ്ടത്. അടുത്തത് ടെന്റേറ്റീവ് ഷെഡ്യൂൾ ഫോർ എക്സാമിനേഷൻ 2027 ബാച്ച്. ജനറൽ ഡ്യൂട്ടി ടെക്നിക്കൽ, എഞ്ചിനീയറിംഗ് ഓർ ഇലക്ട്രിക്കൽ. സ്റ്റേജ് 1
18 സെപ്റ്റംബർ 2025. സ്റ്റേജ് 2 നവംബർ 2025. സ്റ്റേജ് 3 ജനുവരി 2026 മുതൽ ഒക്ടോബർ 2026 വരെ. സ്റ്റേജ് 4 മാർച്ച് 2026 മുതൽ ഏപ്രിൽ 2026 വരെ. സ്റ്റേജ് 5 ഡിസംബർ 2026. ഇനി മെഡിക്കൽ സ്റ്റാൻഡേർഡ്സിനെ പറ്റി ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. ഹൈറ്റ് അസിസ്റ്റന്റ് കമാൻഡന്റ് മിനിമം 157 സെന്റിമീറ്റർ ഉണ്ടായിരിക്കണം. വെയിറ്റ് proportionate to the height and age ±10% acceptable. Chest well proportionate. Minimum expansion 5 cm. Hearing normal. ഇനി ഐസൈറ്റ് നോക്കാം. അസിസ്റ്റന്റ് കമാൻഡന്റ് GD 6/6 6/9 അൺകറക്റ്റഡ് വിത്തൗട്ട് ഗ്ലാസ്. 6/6 6/6 കറക്റ്റഡ് വിത്ത് ഗ്ലാസ്. അസിസ്റ്റന്റ് കമാൻഡന്റ് ടെക്നിക്കൽ 6/36 6/36 അൺകറക്റ്റഡ് വിത്തൗട്ട് ഗ്ലാസ്. 6/6 6/6 കറക്റ്റഡ് വിത്ത് ഗ്ലാസ്. കൂടാതെ ബോഡിയുടെ ഒരു പാർട്ടിലും ടാറ്റു ഉണ്ടാകാൻ പാടില്ല. അപേക്ഷ അയക്കേണ്ട അവസാന തീയതി 23 ജൂലൈ 2025 ആണ്. ഇത്രയും കാര്യങ്ങളാണ് ഈ വിജ്ഞാപനത്തെ പറ്റി പരാമർശിക്കാനുള്ളത്. ഉദ്യോഗാർത്ഥികൾ നോട്ടിഫിക്കേഷൻ കൃത്യമായി വായിച്ചു നോക്കിയതിനു ശേഷം മാത്രം അപ്ലൈ ചെയ്യുക. നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലൊരു ജോലി ആശംസിച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നു. ഇനി പുതിയൊരു വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.